അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആ പാഠം ഫിനിഷ് ആയിട്ടുണ്ട്. ഇന്ന് പേജ് നമ്പർ 52 അല്ലേ? നമുക്ക് ആദ്യം തന്നെ ആക്ടിവിറ്റീസിൽ ഫസ്റ്റ് വേണം അർത്ഥം. ഓക്കെ, അപ്പൊ കഴിഞ്ഞ പാഠം വരെയുള്ള നമ്മൾ കംപ്ലീറ്റ് ആയല്ലോ നോട്ട്? ഓക്കെ, എല്ലാവരും കംപ്ലീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് അതെ അല്ലേ? ഓക്കെ, നമുക്ക് അതൊക്കെ വായിക്കാം. അപ്പൊ അതിന് മുമ്പായി ക്വസ്റ്റ്യൻ ആൻസർ ഇല്ല കേട്ടോ. ആ കഴിഞ്ഞ പാഠത്തിൽ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ഇല്ലല്ലോ. ബാക്കി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പ്രവർത്തനങ്ങൾ എത്രണ്ണം നിങ്ങൾ നോട്ടിലേക്ക് പകർത്തി എഴുതണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ അത് കംപ്ലീറ്റ് എഴുതണം. ഇത് രണ്ടാമത്തെ പ്രവർത്തനം മുതൽ ഇത് അഞ്ചാമത്തത് വരെ നിങ്ങൾ നോട്ടിലേക്ക് പകർത്തി എഴുതണമെന്ന് മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ആൻസർ ആ പാഠത്തിന് ഇല്ല. അപ്പൊ ഇപ്പൊ നമുക്ക് ഇനി അത് കഴിഞ്ഞ് നിങ്ങളെ പാഠം ഏതാണ്? 13 നിളയും മണിക്കുയിലും എഴുതുക ഹെഡിങ്. എന്നിട്ട് അർത്ഥം എഴുതണം. ഏത് അർത്ഥം കണ്ടെത്താന്ന് കണ്ടോ? പേജ് നമ്പർ 52. ഓക്കെ, തെളിനീർ, തെളിഞ്ഞ നീര്, അതായത് ശുദ്ധജലം, തെളിനീർ. നെക്സ്റ്റ് വൺ നാദം, ഇമ്പമുള്ള ശബ്ദം. ഓക്കെ, ഇത് നോക്കി എഴുതണേ, പകർത്തി എഴുതണം അതിലേക്ക്. പ്രതാപം, ഐശ്വര്യം, ദുരുപയോഗം, തെറ്റായ ഉപയോഗം, ചേതോഹരം, മനോഹരം, വിട ചൊല്ലി, യാത്ര പറഞ്ഞു, ഗീതം, പാട്ട് അല്ലെ, അല്ലെങ്കിൽ ഗാനം. നെക്സ്റ്റ് രണ്ടാമത്തത് പര്യായ പദങ്ങളാണ്. കുയിൽ, പികം, കോകിലം, ഭൂമി, ഊഴി, ധര, നദി, പുഴ, സരിത്ത്, ശബ്ദം, നിനദം, നാദം. പിന്നെ മൂന്നാമത്തത് ചേർത്ത് എഴുതുകയാണ്. എങ്ങോട്ട് പ്ലസ് എങ്കിലും. എങ്ങനെയാ ചേർത്ത് എഴുതുക? എന്താ ഷെഫി? എങ്ങോട്ടെങ്കിലും. എങ്ങോട്ടെങ്കിലും. അറിയില്ല, എഴുതാൻ അറിയോ? എങ്ങോട്ടെങ്കിലും അറിയാ അല്ലേ? എല്ലാവർക്കും അറിയോ? ഇല്ല അല്ലേ? ഓക്കെ, അപ്പൊ എങ്ങോട്ടെങ്കിലും. എങ്ങോട്ട് പ്ലസ് എങ്കിലും, എങ്ങോട്ടെങ്കിലും. ശരിയോ? എന്താ സൗണ്ട് കേൾക്കുന്നേ? ആരോ ഒരാൾ മ്യൂട്ട് ഉണ്ടല്ലോ, അല്ല അൺമ്യൂട്ട് ഉണ്ടല്ലോ. എങ്ങോട്ടെങ്കിലും. ഓക്കെ, എങ്ങോട്ടെങ്കിലും ഇത് കഴിഞ്ഞോ? ഓക്കെ, എങ്ങോട്ടെങ്കിലും. ഓക്കെ, കറക്റ്റ്. നെക്സ്റ്റ് ചീകി പ്ലസ് ഒതുക്കി. ചീകി ഒതുക്കി എഴുതിക്കോ. അറിയില്ല നിങ്ങൾക്ക് എഴുതാൻ?
ചീകി ഒതുക്കി. നെക്സ്റ്റ് വൺ എന്താണ്? എന്താ ഷെഫി? പന്ത്രണ്ടാം പാഠത്തിന്റെ ചേർത്തെഴുതുകയും പിരിച്ചെഴുതുകയായിരുന്നു. 12ാമത്തെ പാഠത്തിന്റെ ചേർത്തെഴുതുകയും പിരിച്ചെഴുതുകയും എഴുതുന്നു. പിന്നെ ഭംഗി കണ്ടെത്താം, അതും കിട്ടിയതായിരുന്നു. എവിടെ മോളെ? ഏതാ? ഓക്കെ, 12ാമത്തെ പാഠത്തിന് ഫിനിഷ് ആയതല്ലേ നമ്മള്? ഓക്കെ, മോള് ക്ലാസ് കയറിയില്ലായിരുന്നോ? ഫിനിഷ് ആയതാണ്. ഓക്കെ, മിസ് അതും ക്ലാസ് പറഞ്ഞാണ്, എല്ലാം കംപ്ലീറ്റ് ചെയ്തതാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അതില്? ക്ലാസ് ഉണ്ടാവും മോളെ എവിടെയെങ്കിലും കഴിഞ്ഞ ഏതെങ്കിലും ദിവസത്തെ? ഓക്കെ, അപ്പൊ ചീകി ഒതുക്കി, ചീകി പ്ലസ് ഒതുക്കി, ചീകി ഒതുക്കി. നെക്സ്റ്റ് നിറഞ്ഞ് പ്ലസ് ഒഴുകും, നിറഞ്ഞൊഴുകും. ഞാൻ മേലെ എഴുതുന്നുണ്ടേ. നിറഞ്ഞൊഴുകും, നിറഞ്ഞ് പ്ലസ് ഒഴുകും, നിറഞ്ഞൊഴുകും. വിദ്യ പ്ലസ് ആലയം നമ്മൾ ഫസ്റ്റ് പാഠത്ത് പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? വിദ്യാലയം. ലായെല്ലാം ഭംഗിയിൽ എഴുതണേ നിങ്ങള്. ഓക്കെ, വിദ്യാലയം. വിദ്യാലയം. അപ്പൊ വിദ്യ പ്ലസ് ആലയം, വിദ്യാലയം. അപ്പൊ അതിലുള്ളത് എങ്ങോട്ട് പ്ലസ് എങ്കിലും, എങ്ങോട്ടെങ്കിലും. ഫസ്റ്റ് വൺ അതാണ് ഇത്, എങ്ങോട്ടെങ്കിലും. നെക്സ്റ്റ് ചീകി പ്ലസ് ഒതുക്കി, ചീകി ഒതുക്കി. നിറഞ്ഞ് പ്ലസ് ഒഴുകും, നിറഞ്ഞൊഴുകും. വിദ്യ പ്ലസ് ആലയം, വിദ്യാലയം. എല്ലാരും എഴുതിയോ? എഴുതിയോ എല്ലാവരും? ഓക്കെ, ഫിനിഷായോ എല്ലാവർക്കും? ഇല്ലേ? ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് 4ാമത്തെ ചോദ്യോത്തരം മത്സരം നടത്താന്നുള്ളത്. അപ്പൊ ഞാൻ ചോദ്യം ചോദിക്കാം, നിങ്ങൾ ആൻസർ പറയണം കേട്ടോ. ഓക്കെ, 1. ഉണങ്ങിയ മാവിൻ ചില്ലയിലിരുന്ന് മണിക്കുയിൽ വിചാരിച്ചത് എന്ത്? ഉണങ്ങിയ മാവിൻ ചില്ലയിലിരുന്ന് മണിക്കുയിൽ വിചാരിച്ചത് എന്ത്? എന്താണ് കൃപ? അല്പം തെളിനീർ കിട്ടിയെങ്കിൽ. അല്പം തെളിനീർ കിട്ടിയിരുന്നെങ്കിൽ എന്നാണ്. ഓ, എന്തൊരു വല്ലാത്ത ചൂട്, വല്ലാതെ ദാഹിക്കുന്നു, അല്പം തെളിനീർ കിട്ടിയിരുന്നെങ്കിൽ എന്നാണ് ആര്? ഉണങ്ങിയ മാവിൻ ജില്ലയിലിരുന്ന മണിക്കുയിൽ വിചാരിച്ചത്. 2. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പറക്കാൻ തുടങ്ങിയപ്പോൾ മണിക്കുയിൽ കണ്ടത് എന്തെല്ലാണ്? ആരോൺ? പറക്കാൻ തുടങ്ങിയപ്പോൾ മണിക്കുയിൽ കണ്ടത് എന്തെല്ലാം?
എന്താ കണ്ടത് ആരോണ് പറക്കാൻ തുടങ്ങിയ സമയത്ത്? പച്ച ആ പറഞ്ഞോ. പറക്കണം തുടങ്ങിയപ്പോൾ എന്താ കണ്ടത്? ആർക്കറിയാം ഇതിന്റെ ആൻസർ? ആർക്കൊക്കെ അറിയാം? പഴയ പച്ച കാണുന്നില്ല. പറഞ്ഞോ. പഴയ പച്ചപ്പാടങ്ങൾ കാണുന്നില്ല, എങ്ങും വറ്റി വരണ്ട ഭൂമി മാത്രം. അങ്ങിങ്ങായി വലിയ കുഴികൾ, അവയ്ക്കിടയിൽ പൊങ്ങി നിൽക്കുന്ന മണത്തിട്ടുകൾ. ഓക്കെ, അതൊക്കെയാണ് കണ്ടത് അല്ലേ? നെക്സ്റ്റ് വൺ, മൂന്നാമത്തത്, ഭാരതപ്പുഴയുടെ മറ്റു പേരുകൾ എന്തെല്ലാം? എന്തെല്ലാണ് ഭാരതപ്പുഴയുടെ മറ്റ്? ക്രിസ്റ്റീസിൻഡോ, എന്താണ് ഭാരതപ്പുഴയുടെ പേരുകള്? രണ്ട് പേരുകള്. ക്രിസ്റ്റീസിൻഡോ? ആ, ഭാരതപ്പുഴയുടെ മറ്റു രണ്ട് പേരുകൾ ഏതൊക്കെ? അറിയില്ല അല്ലേ? ഞാൻ എത്ര പ്രാവശ്യം ക്ലാസ് എടുക്കുമ്പോ പറഞ്ഞാണ്. എന്താണ് ആൻഡ്രോസേ? ഭാരതപ്പുഴയുടെ മറ്റ് പേരുകൾ ഏതെല്ലാം? നിള, പിന്നെയോ? പേരാറ്. ആ, നിള, നിളയും പേരാറും. പേരാറും നിളയുമാണ് ഭാരതപ്പുഴയുടെ മറ്റ് രണ്ട് പേരുകൾ. ഓക്കെ, നെക്സ്റ്റ് വൺ, നാലാമത്തെ ക്വസ്റ്റ്യൻ. തനിക്കിപ്പോൾ കഷ്ടകാലമാണെന്ന് നിള പറയാൻ കാരണമെന്ത്? തനിക്കിപ്പോൾ കഷ്ടകാലമാണെന്ന് നിള പറയാൻ കാരണമെന്ത്? ഏതാണ്? ഒരാളല്ലേ ഇതിനൊക്കെ ആൻസർ കൈപൊക്കുന്നുള്ളൂ, രണ്ടാള്. ബാക്കി ആർക്കും അറിയില്ല ആൻസർ. ഓക്കെ, ഏതാണ് നാലാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ? എന്താണ് ആഷൻ? ആഷൻ പോയോ? ആർക്കൊക്കെ അറിയാം ഇതിന്റെ ആൻസർ? ടീച്ചറെ എനിക്കറിയാം. 1 2 3 3 പേർക്ക് അറിയുള്ളൂ അല്ലേ? ആരാ പറയുന്നേ? പറയാത്ത ആരാ ഉള്ളത് ഇപ്പൊ? ചോദിക്കാത്തെ. ഓക്കെ, അല്ല പറഞ്ഞു. എന്തൊരു കാലം, എന്റെ കഷ്ടകാലം. ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ളവർക്ക് വെള്ളത്തിന്റെ വില അറിയില്ല. അത് പോരാ, അതല്ല. അതിന്റെ ആൻസർ ഏത് വരും? അതിന്റെ ആൻസർ എന്തൊരു കാലം, എന്റെ കഷ്ടകാലം അല്ലേ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? വെള്ളത്തിന്റെ വില അറിയില്ല. അതുകൊണ്ട് മാത്രാണോ? അങ്ങനെയല്ല അതിന്റെ ആൻസർ. എന്തുകൊണ്ടാണ് നിള എന്റെ കഷ്ടകാലമാണെന്ന് പറയുന്നത്? ചുട്ടുപൊള്ളുന്ന വെയിലല്ലേ, ഞാൻ ആകെ തളർന്നു പോയി. ഞാൻ ഒഴുകും വഴിയിലെ മണൽ മുഴുവൻ ആരൊക്കെയോ വാരിയെടുത്തു. വേനലായാൽ ഈ ചെറുകുഴിയിൽ മാത്രമായി ഞാൻ ഒതുങ്ങുന്നു അല്ലേ? പിന്നെ വേണമെങ്കിൽ ഇതും കൂടി പറയത്, കാടുകൾ വെട്ടി നശിച്ചു, മലഞ്ചെരുവുകളിൽ നിന്നും മണ്ണും കല്ലും ഒഴുകി എന്റെ അടിത്തട്ടിലെത്തി ആഴം കുറഞ്ഞു, എല്ലാ മാലിന്യങ്ങളും മനുഷ്യർ പുഴയിലേക്ക് ഒഴുക്കുന്നു. അതല്ലേ എന്റെ ആൻസർ? എന്തൊരു കാലം, എന്റെ കഷ്ടകാലം തന്നെ. ഇതല്ലേ എന്റെ ആൻസർ? ഇപ്രാവശ്യം പാഠം എടുത്തിട്ട് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഓക്കെ,
അപ്പോ എന്തുകൊണ്ടാണ് നില എന്തൊരു കാലം ഇതെന്റെ കഷ്ടകാലമാണെന്ന് പറയുന്നത്? തനിക്കിപ്പോൾ കഷ്ടകാലമാണെന്ന് നില പറയാൻ കാരണം എന്ത്? ചുട്ടുപൊള്ളുന്ന വെയിലല്ലേ, ഞാനാകെ തളർന്നുപോയി. ഞാൻ ഒഴുകും വഴിയിലെ മണം മുഴുവൻ ആരൊക്കെയോ വാരിയെടുത്തു. വേനലായാൽ ഈ ചെറുകുഴിയിൽ മാത്രമായി ഞാൻ ഒതുങ്ങുന്നു. അല്ലെ? പിന്നെന്താ പറഞ്ഞത്? പണ്ടൊക്കെ പറഞ്ഞു അല്ലെ, മഴക്കാലത്ത് ഞാൻ നിറഞ്ഞൊഴുകുന്നൊക്കെ പറഞ്ഞു. അതൊക്കെയല്ലാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുക. അപ്പൊ മലഞ്ചെരുവുകളിൽ നിന്നും കാടുകൾ വെട്ടി നശിപ്പിച്ചു, അതുകൊണ്ടല്ലേ വെള്ളം കുറഞ്ഞത് അല്ലെ? പിന്നെയോ മലഞ്ചെരുവുകളിൽ നിന്നും മണ്ണും കല്ലും ഒഴുകി എന്റെ അടിത്തട്ടിലെത്തി, ആഴം കുറഞ്ഞു. എല്ലാ മാലിന്യങ്ങളും മനുഷ്യർ എവിടേക്കാ ഒഴുക്കുന്നത്? പുഴയിലേക്ക് ഒഴുക്കുന്നു. അതുകൊണ്ടാണ് ഇതെന്തൊരു കാലം, എന്റെ കഷ്ടകാലം എന്ന് നില പറഞ്ഞത് അല്ലെ? കഷ്ടകാലമാണെന്ന് നില പറയാൻ കാരണം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ചോദ്യം എന്താണ്? നദികളെ രക്ഷിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? മരങ്ങൾ മുറിച്ച് കളയാതിരിക്കുക. ഇതെന്താ പറഞ്ഞേ? നദികളെ രക്ഷിക്കാൻ വേറെന്താ പറഞ്ഞത്? ഇനി വരുന്ന ഭാവി തലമുറക്ക് ഒഴിവാക്കുക, മാലിന്യങ്ങൾ ഒഴിവാക്കുക, മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക, അതെല്ലാം ഓക്കെ. പിന്നെന്താ പറഞ്ഞേ? നാടിനെ രക്ഷിക്കാൻ ഭാവി തലമുറയ്ക്ക് ഇനി കഴിയൂല്ലേ, നീ പുതിയ പാട്ടുകൾ പാടി അവരെ ഉണർത്തണം. വെള്ളത്തിന്റെ വില, അതാണ് മെയിൻ അല്ലെ? വെള്ളത്തിന്റെ വില അവരെ ബോധ്യപ്പെടുത്തണം. എന്നാലേ അവര് ഇതുപോലെ വെള്ളത്തിനെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റുമോ? എന്റെ നദികളെ എന്തൊക്കെ ചെയ്യണം? വിദ്യാലയത്തിലൊക്കെ എത്തി അങ്ങനെ പറയണമെന്ന് പറഞ്ഞു അല്ലെ? അപ്പോ മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം. അതുപോലെ തന്നെ വെള്ളത്തിന്റെ വില ഇനി വരുന്ന ചെറിയ കുട്ടികൾക്ക്, അതായത് ഭാവി തലമുറയ്ക്ക് ബോധ്യപ്പെടുത്തണം അല്ലെ വെള്ളത്തിന്റെ വില. എന്നാലേ നദികളെ രക്ഷിക്കാൻ. അതുപോലെ തന്നെ ഈ മാലിന്യങ്ങള് നദിയില് ഒഴുക്കി വിടരുത് അല്ലെ? മനുഷ്യർ പുഴയിലേക്ക് ഒഴുക്കുന്നു പറഞ്ഞു എല്ലാ മാലിന്യങ്ങളും, അതൊക്കെ ഒഴിവാക്കണം അല്ലെ? ഓക്കെ, അതൊക്കെ ചെയ്താലേ നദികളെ രക്ഷിക്കാൻ പറ്റൂ. ഓക്കെ, അപ്പൊ അത്ര പേരെയാണ് അതിൽ ക്വസ്റ്റ്യൻ പറഞ്ഞത്. പിന്നെ കൂടുതൽ ചോദ്യങ്ങൾ തയ്യാറാക്കി ക്ലാസ്സിൽ ചോദ്യോത്തര കേളി നടത്തുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും, അതാണ് പറഞ്ഞത്. പിന്നെ കേരളത്തിലെ നദികൾ അല്ലെ, അടുത്ത് നിങ്ങൾ കണ്ടോ? 5ാമത്തെ ആക്ടിവിറ്റി കേരളത്തിലെ നദികൾ. കേരളത്തിൽ എത്ര നദികളുണ്ട് എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. കേരളത്തിൽ 44 നദികളുണ്ട്. ഓക്കെ, 3 കിഴക്കോട്ടും മറ്റുള്ളവ പടിഞ്ഞാറോട്ടും ഒഴുകുന്നു. ഈ നദികളുടെ പേര് ശേഖരിക്കാമോ? നാടിന്റെ ഏറ്റവും അടുത്തുള്ള നദി ഏതാണ്? അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ വർക്ക് തന്നത് ഇപ്പൊ വായിക്കാനുണ്ട്. എത്ര പേര് വായിച്ചിട്ട് എഴുതിയിട്ടുണ്ട് നോക്കട്ടെ. അപ്പൊ ഈ നമ്മുടെ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും ഒഴുകുന്ന നദികളുടെ പേര് എഴുതുക, ശേഖരിക്കണം എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, അടുത്ത ക്ലാസ്സിലേക്ക് അത് ചെയ്യുമോ നിങ്ങള്? ഒരാളോ 2 ആളോ ചെയ്താൽ പോരാ കേട്ടോ, എല്ലാ കുട്ടികളും ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് 6ാമത്തെ എന്താണ്? വെള്ളത്തെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. 15 വാക്യങ്ങൾ മതി. വെള്ളത്തിനെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുവാന്ന്. വെള്ളത്തിന്റെ വില എന്ന് പറഞ്ഞ് ഇപ്പം താഴെ പുറകിലുണ്ട്, നമുക്ക് വായിക്കാൻ. നമുക്ക് അതിൽ നിന്നൊക്കെ എടുത്ത് വേണമെങ്കിൽ അത് ഉണ്ടാക്കാം. പിന്നെ 7 കടങ്കഥകൾ ശേഖരിക്കാം. വെള്ളവും മഴയുമായി ബന്ധപ്പെട്ട കടങ്കഥകൾ ശേഖരിക്കൂ, ശേഖരണ പുസ്തകത്തിൽ ചേർക്കൂ. മാതൃക 1, കറുത്തമ്മ കരഞ്ഞാൽ കടലമ്മ ചിരിക്കും, മഴ പെയ്യുന്നത് ആണത്. 2, വില്ലാണ് ഞാനില്ല, കെട്ടാൻ അമ്പില്ല, പെയ്യുന്നത് 1000 തുള്ളി, മഴവില്ലും മഴയും. നെക്സ്റ്റ് 8ാമത്തത് പദകേളി. വെള്ളവുമായി ബന്ധപ്പെട്ട എത്ര പദങ്ങൾ കണ്ടെത്താം? വെള്ളം, കടൽ, മേഘം, പുഴ, നദി, അരുവി അല്ലെ, തോട്, മഴ, ഇതൊക്കെ വെള്ളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കടൽ, മേഘം, പുഴ എന്നേ ഇതിലുള്ളൂ. നദി, അരുവി, തോട്, പുഴ, മഴ ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാം. വെള്ളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതാം. പിന്നെ മഴയെപ്പറ്റി കുഞ്ഞുണ്ണി മാസ്റ്റർ പറഞ്ഞത് എന്ത്? മഴ പലവിധമുണ്ട്. ചാറ്റുമഴ, ചിറുങ്ങുമഴ, ചറപറ മഴ, ചെറുമഴ, ചീഞ്ഞ മഴ, നല്ല മഴ, പെരുമഴ, മഴയോട് മഴ, മഹാമഴ, നല്ല ഇരുട്ടത്ത് കനത്ത മഴ പെയ്യുന്നത് നോക്കി നിൽക്കുക. അതൊരനുഭവം തന്നെയാണ്, ആനന്ദം തന്നെയാണ്. വെയിലത്ത് പെയ്യുന്ന
ചാറ്റുമഴയും ചെറുമഴയും കാണാൻ നന്ന്, അല്ലെങ്കിൽ ഏത് മഴയാണ് കാണാൻ നന്നല്ലാത്തത്? എല്ലാ മഴയും കാണാൻ സുഖമാണെന്ന് അർത്ഥം അല്ലേ? മഴ കണ്ടിരിക്കാൻ നല്ല സുഖമാണ്. മഴയെയും നദികളെയും പറ്റിയുള്ള വിവരണങ്ങളോ കവിതാ ശകലങ്ങളോ ശേഖരിച്ച് ശേഖരണ പുസ്തകത്തിൽ ചേർക്കൂ. ഒരുപാട് വർക്കുണ്ട് ഇതിൽ നിങ്ങൾക്ക്. നെക്സ്റ്റ് എന്താണ്? പഴഞ്ചൊല്ലുകൾ ശേഖരിക്കുക അല്ലെ? വെള്ളവുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ ധാരാളം ഉണ്ടല്ലോ, അവ നിങ്ങളുടെ ശേഖരണ പുസ്തകത്തിൽ ചേർക്കുക. താണനിലത്തെ നീരോടു, കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും മാണിക്യം അല്ലെ? ഇതിൽ 2 കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് 11ാമത്തെ എന്താണ്? മുദ്രാവാക്യം ഉണ്ടാക്കാം. വെള്ളം സംരക്ഷിക്കുന്നതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന മുദ്രാവാക്യങ്ങൾ രചിക്കുക. മാതൃക അവിടെ തന്നിട്ടുണ്ട്. എങ്ങനെ? നമ്മുടെ ജീവൻ നിലനിൽക്കാൻ വെള്ളം നന്നായി സൂക്ഷിക്കൂ. ഒരു മുദ്രാവാക്യം അവിടെ തന്നിട്ടുണ്ട്, പോസ്റ്റർ. നെക്സ്റ്റ് 12ാമത്തത് കണ്ടെത്താം. ഈ പാഠത്തിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു വരുന്ന പദം ഏതാണ്? കണ്ടെത്തൂ. ഏതാണ്? ഈ പാഠത്തിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു വരുന്ന പദം ഏതാണ്? എന്താണ് മക്കളെ? വെള്ളം അല്ലേ? വെള്ളമായിരിക്കും. ഓക്കെ, വെള്ളത്തിനെ പറ്റിയല്ലേ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ 15 വായിക്കാം, അല്ല അതിന് മുമ്പേ ഉണ്ട് ഒന്നിപ്പിക്കാമുണ്ട്, അല്ല കണ്ടെത്താമുണ്ട്. കണ്ടെത്താം, അത് നമ്മൾ പറഞ്ഞു. ഇനി 13ാമത്തത് ഒന്നിപ്പിക്കാമാണ്. മാതൃക: ആഞ്ഞ് വീശുക കാറ്റ്. എന്താ പറഞ്ഞേ? ആഞ്ഞു വീശിയ കാറ്റ് അല്ലെ? ഉദാഹരണം അവിടെ തന്നിട്ടുണ്ട്. എന്താണ്? ആഞ്ഞ് വീശുക കാറ്റ് എന്നുള്ളത് ആഞ്ഞു വീശിയ കാറ്റ്. അപ്പൊ പെയ്യുക, തീരുക, മഴ എന്നാണ്. എങ്ങനെയാണത്? ഒന്നവിടെ പറഞ്ഞു. എന്ത്? ആഞ്ഞ് വീശുക കാറ്റ്. എന്താണ് എഴുതേണ്ടത്? പെയ്തു തീർന്ന മഴ എഴുതിക്കൂടെ? പെയ്യുക, തീരുക, മഴ. പെയ്ത് തീർന്ന മഴ, അല്ലെങ്കിൽ മഴ പെയ്ത് തീർന്നു. പെയ്ത് തീർന്ന മഴ എന്നോ എഴുതാം. നെക്സ്റ്റ് വേർഡ് എന്താണ്? ഒഴുകുക, പോകുക, വെള്ളം. എന്താണ്? വെള്ളം ഒഴുകിപ്പോയി. വെള്ളം ഒഴുകിപ്പോയി. അവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഒഴുകുക, പോകുക, വെള്ളം, അല്ലെങ്കിൽ ഒഴുകിപ്പോയ വെള്ളം, അല്ലെങ്കിൽ വെള്ളം ഒഴുകിപ്പോയി അല്ലേ? എഴുതിക്കൂടെ അതുപോലെ നമുക്ക്? നെക്സ്റ്റ് മുളയ്ക്കുക, പയർ വിത്ത്. പയർ വിത്ത് മുളച്ചു അല്ലേ? കുഴിക്കുക, എടുക്കുക, നിധി. എന്താണ്? നിധി കുഴിച്ചെടുത്തു, അല്ലെങ്കിൽ കുഴിച്ചെടുത്ത നിധി. എങ്ങനെയായാലും വാക്യം ഉണ്ടാക്കാം. കുഴിച്ചെടുത്ത നിധിന്നോ നിധി കുഴിച്ചെടുക്കുവോന്നോ ഉണ്ടാക്കാം അല്ലേ? ഓക്കെ, നിങ്ങളൊന്ന് വാക്യാക്കിയിട്ട് എഴുതി വെക്കണേ. ഇതിന് നേരെ എവിടെ എവിടെയെങ്കിലും. അവിടെ അത്രയും സ്ഥലവും ഇല്ലു അല്ലേ നിങ്ങൾക്ക് എഴുതാൻ, അല്ലേ മക്കളെ? അത് കഴിഞ്ഞ 14ാമത്തത് ചുമർ പത്രിക ഉണ്ടാക്കാം. വെള്ളത്തെക്കുറിച്ചുള്ള പത്രവാർത്തകൾ, വിശേഷ കവിതകൾ, പഴഞ്ചൊല്ലുകൾ, കടങ്കഥകൾ ഇവ ചേർത്ത് ഒരു ചുമർ പത്രിക തയ്യാറാക്കൂ. നല്ല ഒരു പേരും നൽകണം. പഠന പ്രവർത്തനങ്ങൾ ഒരുപാടുണ്ട് അല്ലേ? ചെയ്യാൻ ആർക്ക് പറ്റും? ആർക്കൊക്കെ പറ്റൂ ഇത്? പറ്റുവോ? ഷംവീലെന്തേ? പറ്റുമോ? ഓക്കെ. നെക്സ്റ്റ് 15ാമത്തെ എന്താണ്? വായിക്കാം. വെള്ളത്തിന്റെ വില. വെള്ളത്തിന്റെ വില നിങ്ങൾ എപ്പോഴും അറിഞ്ഞിട്ടുണ്ടോ? ആര്യല്ലേ? വെള്ളം ഉണ്ടോ ഇല്ലയോ? നമ്മുടെ വീട്ടിൽ ഞാൻ ആവശ്യത്തിന് ചെലവാക്കുന്നുണ്ട് മിസ്സേ അല്ലേ? നമ്മളതൊന്നും ചിന്തിക്കണ്ട. അച്ഛനും അമ്മയോ എവിടുന്നായാലും വെള്ളം എത്തിക്കും. കുഴൽ കുഴിച്ചിട്ടായാലും വേണ്ടില്ല, കിണർ കുഴിച്ചിട്ടായാലും വേണ്ടില്ല അല്ലേ? ഓക്കെ. അപ്പൊ വെള്ളത്തിന് വിലയുണ്ട് കേട്ടോ. വേസ്റ്റ് ആക്കി കളയരുത്. നെവർ വേസ്റ്റ് വാട്ടർ. ഒരിക്കലും വെള്ളം കളയരുത് കേട്ടോ, നശിപ്പിച്ച് കളയരുത് വെറുതെ.
ഓക്കെ, നമുക്ക് വെള്ളത്തിന്റെ വില അറിയുകയില്ല. അതുകൊണ്ടാണ് നാം വെള്ളം പാഴാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വെള്ളം പാഴാക്കുന്നത് അല്ലെ, വെള്ളത്തിന്റെ വില അറിയാത്തത് കൊണ്ട്. ഭൂമിയിലുള്ള വെള്ളത്തിന്റെ 97.5% ഉപ്പുവെള്ളമാണ്. 2.5% ഉപ്പില്ലാത്ത വെള്ളമുള്ളൂ. അത് മുഴുവൻ ശുദ്ധജലമാകണമെന്നില്ല. ഇതിൽ ഭൂരിഭാഗവും മഞ്ഞുകട്ടകളായി കിടപ്പാണ്. ബാക്കിയുള്ള വെള്ളം തടാകങ്ങളിലും തോടുകളിലും അരുവികളിലുമായി കുടുങ്ങിക്കിടപ്പാണ്. നമുക്ക് ഉപയോഗിക്കാൻ സാധ്യതയുള്ള ശുദ്ധജലം വെറും 0.3% മാത്രമാണ്. അതാണ് പറയുന്നത് ശുദ്ധജലം വളരെ വിലപ്പെട്ടതാണ്. ജലമില്ലെങ്കിൽ ജീവനില്ല. ജലമാണ് ജീവൻ നിലനിർത്തുന്നത്. ജലം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ലേ? വെള്ളം കേട്ടോ, വെള്ളത്തിനകത്താണ് ജലം. ജലമാണ് ജീവൻ നിലനിർത്തുന്ന അമർത്. ജലത്തെ രക്ഷിക്കൂ, ജീവൻ രക്ഷിക്കൂ. ജല ഉപഭോഗം കുറച്ച് പ്രകൃതിയെ രക്ഷിക്കൂ, ലോകത്തെ രക്ഷിക്കൂ. ഓക്കെ, അപ്പൊ വെള്ളത്തിന്റെ വില അതില് ശരിക്ക് പറഞ്ഞിട്ടുണ്ട്. വെള്ളത്തിന്റെ വില എങ്ങനെയാണെന്ന് കേട്ടോ, വായിച്ചു നോക്കണേ നല്ല പോലെ. അപ്പൊ ഒരിക്കലും ഇനി വെള്ളം വേസ്റ്റ് ആക്കി കളയരുത്. ഇങ്ങനെ പൈപ്പിൽ നിന്നെല്ലാം വെറുതെ വെള്ളം ഉറ്റി ഉറ്റി പോകുന്നുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യണം? കാണുമ്പം എന്താ ചെയ്യുക? വെള്ളം വെറുതെ ഇങ്ങനെ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുമ്പോ എന്ത് ചെയ്യും ശ്രീദേവേ? പൈപ്പ് ഇപ്പം ചിലപ്പോൾ ജസ്റ്റ് ശരിക്കും പൂട്ടിയിട്ടുണ്ടാവും ചിലവര് അല്ലേ? പൈപ്പ് ഇങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ടാവും, അപ്പൊ ശരിക്കും അടച്ചിട്ടുണ്ടാവില്ല. അന്ന് എന്ത് ചെയ്യും? വെറുതെ വെള്ളം ഉറ്റിയിട്ട് പോകുമ്പോ നിങ്ങൾ കണ്ടാല് ശരിക്കും അടക്കും. ശരിക്കും അടക്കും. ഓക്കെ, ഇന്ന് മുതല് ശരിക്കും അടക്കണം കേട്ടോ. വെള്ളം എവിടെയും വേസ്റ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ. വെള്ളത്തിന് വളരെ പ്രാധാന്യമാണ്, വളരെ വിലയുണ്ട് അല്ലേ? നമുക്ക് ഇല്ലാതാകുമ്പോഴേ അതിന്റെ വില അറിയൂ അല്ലേ? നമുക്ക് ഇല്ലവർക്ക് അത് അറിയില്ല. അപ്പോൾ വെള്ളം ഒരിക്കലും പാഴാക്കി കളയരുത് അല്ലേ? ഓക്കെ, വാട്ടർ ഈസ് വെരി പ്രഷ്യസ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ? ചെറിയ ക്ലാസ്സിന്നേ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് ഒരിക്കലും നെവർ വേസ്റ്റ് വാട്ടർ, ഒരിക്കലും അത് പാഴാക്കി കളയരുത്. ഓക്കെ, അപ്പൊ അതാണ് വെള്ളത്തിന്റെ വിലയെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ ആ പാഠത്തിൽ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് ഓരോ സംഭവവും ഉണ്ടാക്കാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ വെള്ളത്തിന് പ്രാധാന്യം കൊടുക്കണം നടത്താൻ, വെറുതെ വേസ്റ്റ് ആക്കി കളയരുത് ആരും. ഓക്കെ, അപ്പൊ നമ്മുടെ ആ പാഠം കഴിഞ്ഞു. കുറെ പേര് വായിക്കാനുണ്ടോ ആ പാഠഭാഗം? വന്ന് എത്ര പേര് വായിച്ചു? അത് കുറെ പേര് വായിച്ചല്ലോ. കൃപാമേരി വായിച്ചില്ലേ? ഓക്കെ, കൃപാമേരി അന്ന് വായിച്ചില്ല. പിന്നെ ആരാ വായിക്കാതില്ലേ? കൃപാമേരി ഒന്ന് വായിച്ചോ. പാഠം 13 നിലയും മണിക്കൂയിലും. ഹോ, എന്തൊരു ചൂട്! വല്ലാതെ ദാഹിക്കുന്നു. അല്പം തെളിനീര് കിട്ടിയെങ്കിൽ ഉണങ്ങിയ വാങ്ങിച്ചില്ലായിരുന്ന മണിക്കൂയിൽ വിചാരിച്ചു. ഒരിടത്തും ഒരിറ്റു വെള്ളമില്ല. ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പറന്നു പോകാം. കൊടും വേനലിലും കുടിനീർ നൽകിയ പ്രിയപ്പെട്ട നില. ചീകി ഒതുക്കി വെച്ച ചിറകുകൾ മെല്ലെ അനീറ്റ കടിയിട്ടുവേ. വിടർത്തി നിലയുടെ തീരത്തേക്ക് മണിക്കൂയിൽ പറക്കാൻ തുടങ്ങി. പഴയ പച്ചപ്പാടങ്ങൾ കാണുന്നില്ല. എങ്ങും വറ്റി വരണ്ട ഭൂമി മാത്രം. അങ്ങിങ്ങായി വലിയ കുഴികൾ, അവയ്ക്കിടയിൽ പൊങ്ങി നിൽക്കുന്ന മണൽത്തിട്ടകൾ. അവയിൽ ഒന്നിൽ മണിക്കൂയിൽ പറന്നിരുന്നു. താൻ പറക്കാൻ പഠിച്ച നിലയുടെ തീരമാണോ ഇത്? മണിക്കൂലിന് സംശയമായി. മണിക്കൂലിൽ പഴയ പാട്ടൊന്ന് പാടി. ചുറ്റും നോക്കി. ഇല്ല, ആരും കേൾക്കുന്നില്ല. മണിക്കൂയിലെ എവിടെ നിന്നോ ഒരു നേർത്ത നാദം. അവൻ കാതോർത്തു. ഇത് ഞാൻ തന്നെയാണ്, നിന്റെ നീള. പേരാർന്ന് വിളിക്കുന്ന ഭാരതപ്പുഴ. ഈ ചെറിയ കുഴിയിലെ ഇത്തിരി വെള്ളമായി ഞാൻ ചുരുങ്ങിപ്പോയി. നീള പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. കഷ്ടം, നീ എങ്ങനെ ഈ വിധത്തിലായി? മണിക്കൂയിൽ സങ്കടത്തോടെ ചോദിച്ചു. ചുട്ടുപൊള്ളുന്ന വെയിലല്ലേ, ഞാനാകെ തളർന്നുപോയി. ഞാൻ ഒതുക്കും വഴിയിലെ മണൽ മുഴുവൻ ആരൊക്കെയോ വാരിയെടുത്ത് വേണ്ട കാണാൻ ഈ ചെറുകുഴികളിൽ മാത്രമായി ഞാൻ ഒതുങ്ങുന്നു. പണ്ട് ഞാൻ എത്ര പ്രതാപത്തോടെയാണ് ഒഴുകിയിരുന്നതെന്ന കാര്യം നിനക്കറിയാമോ? മഴക്കാലത്ത് ഞാൻ നിറഞ്ഞൊഴുകും. അപ്പോഴത്തെ ഒഴുക്കിന് എന്ത് ശക്തിയായിരുന്നു! ഇരുകരകളിലും പച്ചപ്പാടങ്ങളും ധാരാളം ഉണ്ടായിരുന്നു. മറ്റ് സ്ഥലങ്ങളിലെ നെൽകൃഷിക്ക് വെള്ളം നൽകിയിരുന്നതും ഞാൻ തന്നെ. ഇന്ന് നെൽപ്പാടങ്ങൾ കുറഞ്ഞു, കാടുകൾ വെട്ടി നശിപ്പിച്ചു. മലഞ്ചെരുവുകളിൽ നിന്ന് മണ്ണും കല്ലും ഒഴുകി എന്റെ അടിത്തട്ടിലെത്തി. ആഴം കുറഞ്ഞു. എല്ലാ മാലിന്യങ്ങളും മനുഷ്യർ പുഴയിലേക്ക് ഒഴുക്കുന്നു. എന്തൊരു കാലം, എന്റെ കഷ്ടകാലം. ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ളവർക്ക് വെള്ളത്തിന്റെ വില അറിയില്ല. എത്രമാത്രം വെള്ളമാണ് ദുരുപയോഗം ചെയ്യുന്നത്.
പോയാൽ കേരളം മരുഭൂമിയായി മാറും. നിള തേങ്ങി. അത് ഉണ്ടാകാതിരിക്കാൻ എന്താണ് വഴി? മണിക്കുയിൽ ആരാഞ്ഞു. മണിക്കുയിലെ, നീ ഒരു കാര്യം ചെയ്യണം. നിന്റെ പാട്ട് എത്ര ചേതോഹരമാണ്, കുട്ടികൾക്ക് ഏറെ ഇഷ്ടവുമാണ്. നാടിനെ രക്ഷിക്കാൻ ഭാവി തലമുറയ്ക്ക് ഇനി കഴിയും. നീ പുതിയ പാട്ടുകൾ പാടി അവരെ ഉണർത്തണം. വെള്ളത്തിന്റെ വില അവരെ ബോധ്യപ്പെടുത്തണം. ശരി, അങ്ങനെ ചെയ്യാം. മണിക്കുയിൽ തലകുലുക്കി സമ്മതിച്ചു. അല്പം തെളിനീർ കുടിച്ച് തന്റെ കളിക്കൂട്ടുകാരിയോട് വിട ചൊല്ലി അവൻ പറന്നുയർന്നു. മണിക്കുയിൽ നാട്ടിലെ വിദ്യാലയത്തിലെത്തി. നീളയുടെ വാക്കുകൾ അവൻ ഓർത്തു. ജലമില്ലെങ്കിൽ ജീവനില്ല എന്ന സന്ദേശം കുട്ടികളിൽ എത്തിക്കണം. അവൻ പുതിയൊരു ഗീതം പാടി. കൂ 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 കൂ. നമ്മുടെ നാടിൻ രക്ഷയ്ക്കായി, നമ്മുടെ എല്ലാം രക്ഷയ്ക്കായി, നമ്മൾക്കൊന്നായി അണിചേരാം, നമ്മൾക്കൊന്നായി കൈകോർക്കാം. പുഴയും തോടും നിലനിർത്താൻ, കാടും മലയും കാത്തിടാൻ, നമ്മൾക്കൊന്നായി അണിചേരാം, നമ്മൾക്കൊന്നായി കൈകോർക്കാം. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ ആരാ ഇനി വായിക്കാതിരുന്നത്? ആൻഡ്രോസ് വായിച്ചില്ലേ? വായിച്ചോ? ആനോൺ വായിച്ചോ? ദേവാഞ്ജന വായിച്ചിട്ടേ? ഓക്കെ, ദേവാഞ്ജന. ബാക്കിയുള്ളവര് വായിച്ചോ എല്ലാവരും? ഇനി ഒരാൾക്കും കൂടെ വായിക്കാൻ സമയം. ഓ, എന്തൊരു ചൂട്! വല്ലാതെ ദാഹിക്കുന്നു. അല്പം തെളിനീർ കിട്ടിയെങ്കിൽ. ഭംഗിയ മാവിൻ ചില്ലയിലിരുന്ന് മണിക്കൂർ വിചാരിച്ചു. ഒരിടത്തും ഒരു വെള്ളമില്ല. ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പറന്നു പോകാം. ഒട്ടും വേനലിലും കുടിനീർ നൽകിയ പ്രിയപ്പെട്ട ചീകിയൊതുക്കി വച്ച ചിറകുകൾ വിടർത്തി. നിളയുടെ തീരത്തേക്ക് മണിക്കുയിൽ പറന്നു തുടങ്ങി. പഴയ പച്ചപ്പാടങ്ങൾ കാണുന്നില്ല. എങ്ങും വറ്റി വരണ്ട ഭൂമി മാത്രം. അങ്ങിങ്ങായി വലിയ കുഴികൾ. അവയ്ക്കിടയിൽ പൊങ്ങി നിൽക്കുന്ന മണൽത്തിട്ടകൾ. പോയോ? ദേവാഞ്ജന പോയി. ഇനി ആരാ വായിക്കാതെ? ആരോൺ വായിച്ചില്ല അല്ലെ? ആരോൺ അതിന്റെ ബാക്കി വായിക്കുമോനെ? പച്ചപ്പാടങ്ങൾ. പഴയ പച്ചപ്പാടങ്ങൾ കാണുന്നില്ല. അത് കണ്ടോ ആരോൺ? ദേവാഞ്ജന വന്നോ? പഴയ പച്ചപ്പാടങ്ങൾ കാണുന്നില്ല എന്ന് മുതൽ വായിച്ചോ ആരോൺ? പഴയ പച്ചപ്പാടങ്ങൾ കാണുന്നില്ല. എങ്ങും വറ്റിവരണ്ട ഭൂമി മാത്രം. അങ്ങിങ്ങായി വലിയ കൊടികൾ. അവയ്ക്കിടയിൽ പൊങ്ങി നിൽക്കുന്ന മണൽത്തിട്ടകൾ. അവയിലൊന്നിൽ മണിക്കുയിൽ പറന്നിരുന്നു. ഞാൻ പറക്കാൻ പഠിച്ച നിളയുടെ തീരമാണോ ഇത്? മണിക്കുയിലിന് സംശയമായി. മണിക്കുയിൽ പഴയ പാട്ടൊന്നു പാടി ചുറ്റും നോക്കി. ഇല്ല, ആരും കേൾക്കുന്നില്ല. മണിക്കുയിലെ എവിടെ നിന്നോ ഒരു നേത്രനാദം അവൻ കാതോർത്തു. ഇത് ഞാൻ തന്നെയാണ്, നിന്റെ നിള. പേരാർ എന്ന് വിളിക്കുന്ന ഭാരതപ്പുഴ. ഈ ചെറിയ കുഴിയിലെ ഇത്തിരി വെള്ളമായി ഞാൻ ചുരുങ്ങിപ്പോയി. നിള പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. കഷ്ടം, നീ എങ്ങനെ ഈ വിധത്തിലായി? മണിക്കുയിൽ സങ്കടത്തോടെ ചോദിച്ചു. ചുട്ടുപൊള്ളുന്ന വെയിലല്ലേ, ഞാനാകെ തളർന്നു പോയി. ഞാൻ ഒഴുകും വഴിയിലെ മണൽ മുഴുവൻ ആരൊക്കെയോ വാരിയെടുത്തു. വേനലായാൽ ഈ ചെറുകുഴിയിൽ മാത്രമായി ഞാനോതുന്നു. പണ്ട് ഞാൻ എത്ര പ്രതാപത്തോടെയാണ് ഒഴുകിയിരുന്നത് എന്ന് ആ കാര്യം നിനക്കറിയാമോ? മഴക്കാലത്ത് ഞാൻ നിറഞ്ഞൊഴുകും. അപ്പോഴത്തെ ഒഴുക്കിന് എന്ത് ശക്തിയായിരുന്നു! ഇരു കരങ്ങളിലും പച്ചപ്പാടങ്ങളും ധാരാളം ഉണ്ടായിരുന്നു. മറ്റു സ്ഥലങ്ങളിലെ നെൽകൃഷിക്ക് വെള്ളം നൽകിയിരുന്നതും ഞാൻ തന്നെ. ഇന്ന് നെൽപ്പാടങ്ങൾ കുറഞ്ഞു. കാടുകൾ
നിന്നു മണ്ണും കല്ലും ഒഴുകി എൻ്റെ തട്ടിലെത്തി. ആഴം കുറഞ്ഞു. എല്ലാ മാലിന്യങ്ങളും മനുഷ്യർ പുഴയിലെ കൊടുക്കുന്നു. എന്തൊരു കാലം, എൻ്റെ കഷ്ടകാലം. ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ളവർക്ക് വെള്ളത്തിന്റെ വില അറിയില്ല. എത്രമാത്രം വെള്ളമാണ് ദുരുപയോഗം